ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇത് ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഗായത്രി മന്ത്രമാണ്. ഹിന്ദു മതങ്ങളിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിൽ കാണുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. വിശ്വാമിത്രനാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി. ഇതിനർത്ഥം സൃഷ്ടാവായ സൂര്യദേവൻ്റെ ഉത്തമമായ പ്രഭയെ ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങളുടെ ബുദ്ധിയെ അവൻ പ്രേരിപ്പിക്കട്ടെ എന്നാണ്. ഈ മഹാമന്ത്രത്തിൻ്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ്. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയായതിനാൽ ഈ മന്ത്രത്തെ സാവിത്രി മന്ത്രം എന്നും പറയുന്നു. അതീവ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവാണ്. ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഈ മന്ത്രം 3 തവണ ജപിച്ച ശേഷം ആരംഭിക്കുന്നത് ഇരട്ടി ഫലപ്രദമാണ്. സാധാരണയായി പ്രഭാത സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കുമാണ് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത്. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായും സന്ധ്യയ്ക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞും അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞും വേണം ഗായത്രി ജപിക്കാൻ. രാത്രി പാടില്ല. നിന്നുകൊണ്ടോ അല്ലാത്ത പക്ഷം ചമ്രം പടിഞ്ഞ് ഇരുന്നു വേണം ജപിക്കാൻ. ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ജപിക്കാം. സകല ബുദ്ധിമുട്ടുകളും ഇത് ഇല്ലാതാക്കുന്നു. 10 പ്രാവശ്യം അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. മന്ത്രം ഒരിക്കൽ കൂടി. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സൃഷ്ടാവായ സൂര്യദേവൻ്റെ ഉത്തമമായ പ്രഭയെ ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങളുടെ ബുദ്ധിയെ അവൻ പ്രേരിപ്പിക്കട്ടെ. എല്ലാ ഹിന്ദു സഹോദരന്മാർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.